നേരിമംഗലം ബാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിർമ്മാണത്തിന് കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ദേശീയ പണിമുടക്ക് ദിവസം മാത്രം 250-ലേറെ മരങ്ങൾ അനുമതിയില്ലാതെ ദേശീയപാത അതോറിറ്റി മുറിച്ചു മാറ്റിയെന്ന് വനംവകുപ്പ് കോടതിയെ അറിയിച്ചു. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, വിവരങ്ങൾ. ആകെ 14 കിലോമീറ്ററിൽ അധികം ദൂരമാണ് ദേശീയപാത നിർമ്മാണം ഈ സ്ട്രെച്ചിൽ, നേര്യമംഗലം മുതൽ വാളറ വരെ. ഇതിൽ ദേശീയപാത അതോറിറ്റി മരം മുറിക്കാൻ അല്ലെങ്കിൽ റോഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി നേടിയത് 2.5 കിലോമീറ്റർ ദൂരമാണ്. അത് പലതവണയായി ഇടയിലുള്ള സ്ട്രെച്ചുകളുടെ ഒക്കെ ദൂരം ചൂണ്ടിക്കാണിച്ച് ആകെ കൂടി ലഭ്യമായിട്ടുള്ള അനുമതി 2.5 കിലോമീറ്റർ ദൂരമാണ്. ബാക്കി 11 കിലോമീറ്ററോളം ദൂരത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് വനം വകുപ്പിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ. മരം മുറിച്ച് റിസർവ് മേഖലയിലുള്ള വനമേഖലയിലുള്ള മരങ്ങളാണ് എന്നതുൾപ്പെടെ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. ഇന്നിപ്പോൾ 2 കാര്യങ്ങളിലാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. ഒന്ന്, ഈ അനുമതി ലഭ്യമാക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ബാക്കി ദൂരത്തിലുള്ള ദേശീയപാത നിർമ്മാണം, അത് അനുമതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നിർമ്മാണം തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മരം മുറിച്ചു മാറ്റിയത് സംബന്ധിച്ച് അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ചീഫ് സെക്രട്ടറിക്കാണ് ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നിർമ്മാണത്തിൽ കൃത്യമായി തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, അനുമതി ലഭിച്ച ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ദേശീയപാത നിർമ്മാണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അനുമതി ലഭ്യമാകാതെ നടത്തുന്ന റോഡ് നിർമ്മാണം, ഒപ്പം തന്നെ മരം മുറിച്ചു മാറ്റിയത്, ആ അന്വേഷണത്തിനാണ് ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയ പണിമുടക്ക് നടന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 250-ലേറെ മരങ്ങൾ, ശരാശരി 254 മരങ്ങൾ മുറിച്ചു നീക്കിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ അന്വേഷിക്കണം. ആരാണ് അനുമതി നൽകിയത്? കോൺട്രാക്ടർ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് രേഖാമൂലം ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മാത്രമല്ല, അന്വേഷിച്ചിട്ട് വനം വകുപ്പ് നിർദ്ദേശിക്കുന്ന തരത്തിൽ 3B സെക്ഷൻ പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് ഉൾപ്പെടെ കടക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി മുസ്തഫ.